Hi friends, I am Anish. എല്ലാവർക്കും ഫ്ലേവേഴ്സ് ഓഫ് ഫാബറിന്റെ പുതിയ വീഡിയോസിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബാച്ചിലേഴ്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോസേജ് കോക്കനട്ട് ഫ്രൈ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ആണ്, റെഡ് ചില്ലി, ഏലക്കായ്, ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ലേശം മുന്നോട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലോട്ട് നമുക്ക് അല്പം കറിവേപ്പിലും അതേപോലെ തന്നെ അല്പം തേങ്ങാക്കൊത്ത് കൂടി ആഡ് ചെയ്യുക. തേങ്ങാക്കൊത്ത് നമുക്ക് സോസേജിന് നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു ടേസ്റ്റ് കൂടി നമുക്ക് ഈ സോസേജിന് കിട്ടും തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കതിലോട്ട് ഉള്ളിയാണ് ആഡ് ചെയ്യണത്. ചെറുതായി അരിഞ്ഞ ഉള്ളിയാണ്. ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്താണ്. ഏകദേശം ഒരു 1.5 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഡിഷിന് വേണ്ടിയിട്ട്. നമുക്ക് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. ഏകദേശം ഇതേപോലെ കളറ് മാറി വരുമ്പോൾ നമുക്കതിലോട്ട് സ്ലൈസ് ചെയ്ത സോസേജാണ്, 1/2 കിലോ സോസേജ് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായി സ്ലൈസ് ചെയ്തെടുത്താണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ സോസേജൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡീപ് ഫ്രീസറിൽ വെക്കണം. നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ മാത്രമാണ് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ആ ഡിഷിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യുക. കുരുമുളക് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ ചില്ലി ചോപ്പ് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോസേജിന് വേണ്ടിയിട്ടുള്ള സാൾട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതേപോലെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് ഒരല്പം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ആവരുത്. നമുക്കിതൊരു ഡ്രൈ ഡിഷ് ആയതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സോസേജിലോട്ട് 1/2 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്ഷനിലാണ്, സോയ സോസ് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയും. നമുക്ക് സോയ സോസ് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഡിഷിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇവിടെ അടച്ചു വെച്ചിട്ട് സ്ലോ ഫയറിൽ ഒരു 10 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്താണത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സോസേജിൽ ഒഴിച്ചു കൊടുത്ത വെള്ളവും അതേപോലെ ആ മസാലയൊക്കെ ഫുൾ ഡ്രൈ ആയി ആ സോസേജിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു കളർ കൂടി കിട്ടിയിട്ടുണ്ട് സോസേജിന്. സോസേജ് റെഡി ആയിട്ടുണ്ട്. ഗാർണിഷിന് വേണ്ടിയിട്ട് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഈ സോസേജിൻ്റെ റെസിപ്പി. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതേപോലെ സോസേജ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തിയും അതേപോലെ തന്നെ ദാൽ ഫ്രൈയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ ചപ്പാത്തിക്ക് പകരമായിട്ട് നമുക്ക് പൊറോട്ട, ബ്രെഡ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഡിഷ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യണം എന്നുള്ളത് കൂടി കാണിക്കുക. ഒരു പ്ലേറ്റിലോട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം മേലിലായിട്ട് അല്പം മല്ലിയില, അതേപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് ഓണിയൻ റിങ്സും ടൊമാറ്റോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഡിഷ് നന്നായിട്ട് പ്രസൻറ്റേഷൻ ചെയ്തിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്പം മെയിലായിട്ട് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് നമുക്ക് സോസേജ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.